സൃഷ്ടാവും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വിശുദ്ധ റമദാൻ ആഗതമാകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ നല്ല കാര്യങ്ങൾക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കും ഒരു ഒരുക്കമുണ്ടല്ലോ. മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ നമ്മുടെ വീട് കൂടൽ, പുതിയ കോഴ്സിന് വേണ്ടിയുള്ള അഡ്മിഷൻ, ഇന്റർവ്യൂകൾ, ജോലികൾക്ക് വേണ്ടിയുള്ള ഹാജരാകലുകൾ, അങ്ങനെ വ്യാപാരത്തിലും വ്യവസായത്തിലും കൃഷിയിലും വിദ്യാഭ്യാസത്തിലും ദൈനംദിന കാര്യങ്ങളിലും എല്ലാം നമ്മൾ ഒരുങ്ങാറുണ്ട്. ആ ഒരുക്കമാണ്, മുന്നൊരുക്കമാണ് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ആലോചന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച. രണ്ടാമതായി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക, ആരോഗ്യത്തോടുകൂടി. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഈ പ്രതീക്ഷയും ആഗ്രഹവുമാണ്. എല്ലാത്തിലും നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നത് വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാരമായി തോന്നുകയില്ല, അനിഷ്ടം തോന്നുകയില്ല. പക്ഷേ വിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താകും? ഇപ്പൊ ഈ പോകുന്ന പോക്കിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ സംഗതികളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയില്ല. എല്ലാം ഒരു റീഷെഡ്യൂളിങ്ങിന് വിധേയമാവുകയാണ്. അങ്ങനെയാണല്ലോ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോകുന്ന ഒരു പോക്കിൽ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായി നീങ്ങുക എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ദിനചര്യ ഉണ്ടാകും, ഒരു റൊട്ടൈൻ ഉണ്ടാകും. അതിൽ നിന്നൊന്ന് മാറി സമയക്രമത്തെയും ഭക്ഷണ രീതിയെയും ശീലങ്ങളെയും ചിട്ടകളെയും എല്ലാത്തിനെയും ഒന്ന് മാറ്റിപ്പണിയുകയും വഴിതിരിച്ചു വിടുകയും അല്ലെങ്കിൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഇനി ഒക്കെ പ്രയാസമാണ് എന്ന് നമ്മൾ അറിയാതെ പോലും നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു അനിഷ്ടമുണ്ടാകരുത്. അതിന് പ്രത്യക്ഷമായ വെറുപ്പായി വിശ്വാസികൾക്ക് ഒരിക്കലും മനസ്സിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എന്നാലും നമ്മളറിയാത്ത ചെറിയ തോതിലെങ്കിലും നമ്മുടെ മനസ്സിൽ വിശുദ്ധ റമദാൻ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. നേരെ മറിച്ച് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആഹ്ലാദവും സന്തോഷവും ആനന്ദവും പ്രതീക്ഷയും, അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും നല്ല അതിഥിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. സ്വർഗം ആർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം സ്ഥലങ്ങളിൽ വിശദീകരിച്ച കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ, തിരുവചനങ്ങളിൽ വ്യാപകമായി പറഞ്ഞു വെച്ച അനേകം കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യന്മാരുടെ ഗുണങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ്. എന്റെയും നിങ്ങളുടെയും ആഗ്രഹം സ്വർഗമാണ്. നരകത്തിൽ പോവുക എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നരകം നമുക്കുള്ളതല്ല നമ്മൾ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത്. പക്ഷെ ഖുർആൻ ചോദിക്കുന്ന ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് ത്യാഗ പരിശ്രമത്തിന് തയ്യാറുള്ള ആളുകൾ, ജിഹാദ് എന്ന് പറഞ്ഞാൽ എല്ലാ ത്യാഗ പരിശ്രമങ്ങളും ജിഹാദാണ്. ഖിതാൽ അതിന്റെ ഒരു ഭാഗമാണ്. നഫ്സിനോടുള്ള ജിഹാദുണ്ട്. നമ്മുടെ സമയവും നമ്മുടെ ശീലങ്ങളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളുമെല്ലാം ആ ജിഹാദിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തേണ്ടി വരും.
എല്ലാ നന്മകൾക്കും വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും, ത്യാഗപരിശ്രമങ്ങളും ജിഹാദ് എന്ന് പറയുന്ന പദത്തിന്റെ വ്യാപകമായ വൃത്തത്തിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ നിങ്ങളിൽ നിന്ന് ത്യാഗപരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവർ ആരാണ്? ഒന്നത് എന്ന് പഠിച്ചവൻ പരീക്ഷിച്ചറിയുന്നത് വരെ നിങ്ങൾ സ്വർഗത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചെറിയ ത്യാഗപരിശ്രമത്തിന്റെ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. കുറച്ചൊക്കെ ത്യാഗം വേണ്ടി വരും. നിങ്ങളിൽ നിന്ന് ക്ഷമിക്കുന്നവർ ആരാണ്? ഇങ്ങനെ ചില ത്യാഗം, പരിശ്രമങ്ങൾ, ചില നീക്കുപോക്കുകൾ, അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തുമ്പോൾ നല്ല ക്ഷമ വേണ്ടി വരും. വിശുദ്ധ റമദാനെ കുറിച്ച് യൗമുസ്സബ്ർ എന്ന് ഹദീസുകളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ക്ഷമയുടെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്. ക്ഷമയില്ലാത്തവന് റമദാൻ ഇല്ല എന്നാണ് ഖുർആനോട് പറഞ്ഞ എന്താ? നിങ്ങളിൽ നിന്ന് ത്യാഗപരിശ്രമത്തിനും ക്ഷമക്കും തയ്യാറുള്ളവർ ആരാണ് എന്ന് പടച്ചവൻ കൃത്യമായി പരീക്ഷിച്ചറിയും. ഈ ആയത്തിന്റെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും നന്നായിട്ട് പരീക്ഷിക്കുന്ന മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. നല്ല ത്യാഗം ആവശ്യമുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ശീലങ്ങളെ മാറ്റുക എന്നത്, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇംഗ്ലീഷിലൊക്കെ സാധാരണ പറയാറുള്ളത് ഒഴിവാക്കിയതിന് ഒഴിവാവില്ല. ഹാബിറ്റ് എന്ന വാക്കിൽ നിന്ന് എച്ച് ഒഴിവാക്കിയാലും എ ബിറ്റ് അവിടെ ഉണ്ടെന്നാണ്. എ ഒഴിവാക്കിയാലും അതിന് ബിറ്റ് അവിടെ ഉണ്ടാകുന്നതാണ്. ബി ഒഴിവാക്കിയാലും ഇറ്റ് അവിടെ ഉണ്ടെന്ന് പറയാറ്. എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ കഴിയാത്ത, നമ്മുടെ നിത്യജീവിതവുമായി ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആ ശീലങ്ങളെ നമ്മൾ പരിവർത്തിപ്പിച്ച് മാറ്റിയെടുക്കുകയാണ്. പുകവലിക്കുന്ന ആളുകൾ, മുറുക്കുന്ന ആളുകൾ, ആ ശീലങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കുറവാണ്. എന്നാലും 10 മണിക്കൊരു ചായ, വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ, അതൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാന്താണ്. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതൊക്കെ ശീലങ്ങളാണ്. എല്ലാത്തിനെയും അതിനെന്തൊക്കെ ആവശ്യമുണ്ട്? അതിന് ചില പരിശ്രമങ്ങളും ക്ഷമയും ആവശ്യമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കൂ. ഇത് സ്വർഗത്തിൽ പോകാനുള്ള ആളുകളുടെ ഗുണങ്ങളായി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. സ്വർഗപ്രവേശനം നേടുന്ന ആളുകളുടെ മറ്റൊരു ഗുണവിശേഷമായി പറഞ്ഞത് ഖിയാമിനെ കുറിച്ചാണ്. ഖിയാം എന്ന് പറഞ്ഞാൽ രാത്രികാലത്തെ നമസ്കാരങ്ങൾ. റമദാനിലാവുമ്പോ നമ്മള് തറാവീഹ് നമസ്കാരം, അത് തന്നെ രാത്രി നമസ്കരിക്കുമ്പോ ഖിയാമുൽ ലൈൽ എന്ന് പറയും, രാത്രി നമസ്കാരം. അത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് എന്ന് പറയും. ഇതൊക്കെ നിസ്കാരം ഒന്നാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും റമദാൻ അല്ലാത്ത കാലത്തും നമസ്കരിച്ചു എന്നാണ്. റമദാനിൽ മാത്രമായിട്ടുള്ള നിസ്കാരമല്ല അത് ഒറ്റയിട്ടുകൊണ്ട് 11 റക്അത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാന വലാ ഗൈരിഹി ഇല്ലാ 11 റക്അ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞ ആ നിസ്കാരം എല്ലാ കാലത്തും ഉണ്ട്. അത് ജമാഅത്തായിട്ട് 3 ദിവസം അല്ലെങ്കിൽ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ നമസ്കരിക്കപ്പെട്ടുള്ളൂ. പ്രവാചകന്റെ കാലത്ത് അത് ഒരു നിർബന്ധ കർമ്മമാക്കുമോ എന്ന് ഭയന്നുകൊണ്ട് പിന്നീട് ആളുകൾ ഒറ്റക്ക് നമസ്കരിച്ചു, നമ്മൾ ആ ചര്യ പിൻപറ്റിക്കൊണ്ട്. അല്ലാതെ റമദാനിൽ മാത്രം അങ്ങനെ നിസ്കാരം എന്നുള്ളതല്ല. ഏതായിരുന്നാലും ഖിയാമിന് കൂടുതൽ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി. എല്ലാവരും മഹലിൽ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നതല്ല. എല്ലാവരും ഇപ്പൊ തറാവീൽ പങ്കെടുക്കുമ്പോൾ ഞാനെങ്ങനെ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതല്ല. ഈമാനൻ, വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി നമസ്കരിച്ചാൽ കഴിഞ്ഞോ പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. സ്വർഗത്ത് പ്രവേശിക്കാനുള്ള യോഗ്യത എന്താ? പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. സ്വർഗത്ത് പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ യോഗ്യത പാപമുക്തരാവുക എന്നുള്ള. നമ്മുടെ നാട്ടിലൊക്കെ നല്ലവരായി ജീവിച്ച് നമ്മുടെ കണ്ണിൽ ഒരു പാപവും ചെയ്യാത്ത സുഹൃതവാന്മാരായി ജീവിച്ച ആളുകളൊക്കെ കടുത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാറുണ്ട്. സഹിക്കാൻ കഴിയാത്ത വേദന, മാരകമായ രോഗങ്ങൾ. പഠിച്ചവനെ, ഈ മനുഷ്യൻ എത്ര സ്വാലിഹായി, എത്ര നിഷ്കളങ്കനായി, എത്ര പുണ്യവാനായി ജീവിച്ച ആളാ, ഇയാൾ എന്താ പഠിച്ചവങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് തോന്നാറില്ല. പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പൊറുത്ത് അയാളുടെ പാപങ്ങളെല്ലാം തുടച്ചു മായ്ച്ച് അയാളെ കഴുകി വൃത്തിയാക്കി അയാളെ ശുദ്ധനായ ഒരു മനുഷ്യനായി, വിശുദ്ധമായ ആത്മാവായി അള്ളാഹു സ്വീകരിക്കുകയാണെന്നാണ്. ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെയാണ് അനുഗ്രഹമായി മാറുന്നത്. നമ്മുടെ നോട്ടം
നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, നമ്മുടെ പ്രവർത്തികൾ നമ്മൾ തിരിഞ്ഞു നോക്കിയേ തെറ്റാണ്. തിരിഞ്ഞാലും മറിഞ്ഞാലും തെറ്റിൽ ചെന്ന് ചാടുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷേ ആ പാപങ്ങൾ മായ്ച്ചു കളയുവാൻ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായിരിക്കും. പരലോകത്തേക്ക് ശിക്ഷ മാറ്റി വെച്ചാലോ? റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിസ്സാലിമീന മിൻ അൻസാർ. നരകത്തിൽ ഒരാളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പഠിച്ചവനെ അയാളുടെ കഥ കഴിഞ്ഞുന്നാ. ഒരു നിമിഷാർദ്ധം പോലും നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത പരലോകത്തേക്ക് അള്ളാഹു ആ ശിക്ഷ മാറ്റി വെക്കാതെ. അപ്പൊ ഇസ്തിഗ്ഫാർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. അങ്ങനെ ഖിയാമിന്റെയും തൗബയുടെയും മാസമാകുന്നു നോമ്പുകാലം എന്ന് പറഞ്ഞാൽ. പിന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, സദഖയെ കുറിച്ച് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണത്തെ കുറിച്ച് പറഞ്ഞു, ദിക്റുകളെ കുറിച്ച് പറഞ്ഞു, ക്ഷമ അവലംബിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, വിട്ടുവീഴ്ചയെ കുറിച്ചും പരസഹായത്തെ കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരുടെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെല്ലാം കരഗതമാക്കുവാൻ നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് പുണ്യങ്ങളുടെ ഒരു പൂക്കാലമാകുന്നു വിശുദ്ധ റമളാൻ എന്ന് വെറുതെ പറയല്ല. സ്വർഗപ്രവേശനത്തിന് അള്ളാഹു യോഗ്യതയായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുകയാണ്. എല്ലാം ഒരുമിച്ച് ചേരുകയാണ് സഹോദരങ്ങളെ. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? അളവറ്റ സന്തോഷമല്ലേ നമുക്കുണ്ടാകേണ്ടത്? ആർക്കാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ കഹ്ഫിലെ 31 മുതലുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നത് എടുത്ത് ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അധികം വിദൂരമല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായി, അകലെയല്ലാത്ത വിധത്തിൽ സ്വർഗം ഇങ്ങനെ അടുത്തു കൊണ്ടുവരപ്പെടുന്നതാണ് പരലോകത്തിൽ. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകൾക്ക്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗം അകലെയല്ലാതെ സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടുന്നതാകുന്നു. ഇങ്ങനെ കാണാവുന്ന ദൂരത്തിൽ, സമീപസ്ഥമായി, സ്വർഗത്തിന്റെ അടുത്ത്. അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവൻ, അതാണ് അവ്വാബ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം മടങ്ങുകയും അങ്ങനെ ജീവിതം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഹാഫിളായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണ് അവർക്ക് സമീപം കൊണ്ടുവരപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാകുന്നു. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഗുണവിശേഷം കൂടി വിശുദ്ധ ഖുർആൻ സൂറ ഖാഫിലെ 33-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചത്, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. ഗൈബിയായ നിലയിൽ, അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും താഴ്മയുള്ള ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ സമീപിക്കുകയും ചെയ്തവനാകുന്നു സ്വർഗം. താഴ്മയുള്ള മനസ്സ് എങ്ങനെ നേടിയെടുക്കുക? അങ്ങനെ മനസ്സിന്റെ ഒരു പരിശീലനക്കള, മനസ്സിന്റെ ട്രെയിനിങ് ആണ്. വേറെ പല ട്രെയിനിങ്ങും. 11 മാസം നമ്മൾ ഓട്ടത്തിലായിരുന്നു, തിരക്കിലായിരുന്നു. നമ്മുടെ കുടുംബപരമായ കാര്യങ്ങളിൽ, കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ, ഭൗതികമായ തത്രപ്പാടുകളിൽ. ഈ 1 മാസം എന്ന് പറഞ്ഞാലോ, ഇങ്ങനെയുള്ള ഹൃദയം ലഭ്യമാക്കുന്നതിന് വേണ്ടി, മുനീബായ ഹൃദയം എന്ന് പറഞ്ഞാൽ താഴ്മയുള്ള ഹൃദയം, ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തുവാനും അതിനെ കളങ്കമേശാത്തതാക്കുവാനും അതേപോലെ തന്നെ അതിനെ താഴ്മയുള്ളതാക്കുവാനും അങ്ങനെയുള്ള ആളുകൾക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് ഖുർആൻ പറഞ്ഞില്ല സൂറത്തുർ റഹ്മാനിൽ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധമുള്ള മനുഷ്യന് 2 സ്വർഗമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ ആ മനസ്സ് മുനീബായ ഒരു മനസ്സായി തീരണം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഹ്രീമിലും സൂറത്തു തൗബയിലുമൊക്കെ റമളാനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു വാക്കുകൂടെയുണ്ട്. അത് അസ്സാഇഹൂൻ എന്നാണ്. വിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞെടുത്ത് സൂറത്തു തൗബയിലെ 112-ാമത്തെ ആയത്തിൽ നോക്കൂ നിങ്ങൾ. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാക്കിഊനസ് സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ
വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത് അവിടെ ഒരുപാട് ഗുണഗണങ്ങൾ വിശ്വാസികളുടേതായി എണ്ണി പറഞ്ഞു. അത്തായിബൂന, പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ. പടച്ചതമ്പുരാനോട് ഏറ്റുപറയാൻ ഒരു കാര്യങ്ങളും ബാക്കി വെക്കാതെ എല്ലാം അള്ളാഹുവോട് ഏറ്റുപറഞ്ഞ് തായിബീങ്ങളായി തൗബ ചെയ്യുന്നവരായി, അൽ-ആബിദൂന, ആരാധന നിർവഹിക്കുന്ന ആളുകളായി. ആബിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയായി അവന് ആരാധിക്കുന്ന, അതിനെ ആബിദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആബിദീങ്ങളായ ആളുകൾ. അൽ-ഹാമിദൂന, ഹംദ്, സ്തുതി, അൽഹംദുലില്ലാഹ്. എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ തട്ടിമുട്ടി ഇങ്ങനെ പോണെന്നല്ല പറയേണ്ടത്. തട്ടിമുട്ടൽ ഒരു കാലത്ത് നോക്കൂല. ഒരു വിശ്വാസി അതിന് കൊടുക്കേണ്ട മറുപടി അൽഹംദുലില്ലാഹ്. കണ്ണില്ലാത്ത മനുഷ്യർ, കണ്ണില്ലാത്തവരെന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത മനുഷ്യർ, കണ്ണില്ലാത്തവരെന്ന് പറയരുത്. ഞാൻ ഒരിക്കൽ ഒരു പരിപാടിയിൽ സംസാരിച്ചപ്പോൾ അവിടെ അന്ധനായ ഒരു സുഹൃത്തും അയാളുടെ ഭാര്യയുണ്ട്. കണ്ണില്ലാത്തവരെന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യ എന്നോട് വന്നിട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, അത് കാഴ്ചയില്ലാത്തവർക്ക് ഭയങ്കര വിഷമുണ്ടാക്കുന്നത്. കണ്ണവർക്കുണ്ട്, കണ്ണില്ലാത്തവർക്ക് പറയരുതെന്നാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. കാഴ്ച ശക്തിയില്ലാത്തവർ, കേൾവി ശക്തിയില്ലാത്തവർ, നടക്കാൻ കഴിയാത്ത ആളുകൾ, സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത ആളുകൾ, കിടന്നുറങ്ങാൻ ഒരു കൂര. എത്ര മനുഷ്യരാണ് നമ്മുടെ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ, ഈ തെരുവിൽ, കടത്തെണ്ണകളിൽ കിടന്നുറങ്ങുന്നത്? കാലാവസ്ഥാ ഭേദമില്ലാതെ, വെയിലും മഴയും മഞ്ഞുമില്ലാതെ. അൽഹംദുലില്ലാഹ് എന്ന് പറയണത് അത് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു ക്വാളിറ്റിയാണെന്നാ. അപ്പോ നമ്മളൊക്കെ സാധാരണ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പോണ് എന്നല്ല പറയേണ്ടത്. ഈ തട്ടിമുട്ടലൊക്കെ നിൽക്കണം. അൽഹംദുലില്ലാഹ് എന്ന് പറയണ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നീ വർത്താനം പറയുന്ന. ഇപ്പുറത്ത് ഒരു പരീക്ഷണമുണ്ടെങ്കിൽ മറുപുറത്ത് 99 അനുഗ്രഹങ്ങളില്ലേ? ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി പറയൂ, ഒരു സംഗതി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ആർക്കും ഒന്നും പറയല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 12 മണിയാകുന്നത് വരെ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു കാര്യം പറയൂ. ആർക്കും ഒരു മറുപടിയും പറയാല്ല. അവസാനം ചോദ്യം ചോദിച്ചാൾ പറഞ്ഞ, നമ്മൾ വിജയകരമായി ഭക്ഷണം കഴിച്ചില്ലേ, വിജയകരമായി ശ്വാസം എടുത്തില്ലേ, വിജയകരമായി ടോയ്ലറ്റിൽ പോയില്ലേ, വിജയകരമായി നിങ്ങൾ കസേരയിൽ ഇരുന്നില്ലേ, നിന്നില്ലേ, നിങ്ങൾ വിജയകരമായി മറ്റുള്ളവരോട് സംസാരിച്ചില്ലേ, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടില്ലേ, കേട്ടില്ലേ, അതൊന്നും എന്താ വിജയകരമായ കാര്യങ്ങളല്ലേ എന്നാ ആലോചിക്കാനുണ്ട്. ഒരു ദിവസം മൂത്രം ഒഴിക്കാൻ കഴിയാതെ ആശുപത്രിയിൽ കിടന്നിട്ട് ബില്ല് വന്നപ്പോ 32,000 രൂപ ICയിൽ കിടന്ന് പുറത്തു വന്ന് മരുന്ന്, ചികിത്സാ സൗകര്യങ്ങൾ. എത്ര കൊല്ലായി സുഖകരമായി മൂത്രമൊഴിക്കാൻ തുടങ്ങിയിട്ട്, ടോയ്ലറ്റ് പോകാൻ തുടങ്ങിയിട്ട്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാലും തീരുകയില്ല. അങ്ങനെ ഹംദ് നടത്തുക എന്നുള്ളത് സ്വർഗപ്രവേശനം ലഭിക്കുന്ന വിശ്വാസികളുടെ ഗുണം. അതിനെമ്പാടും അവസരം. അങ്ങനെ അത് ഏറി നമ്മുടെ ജീവിതത്തിൽ മികച്ചു നിൽക്കേണ്ട മാസമാണ് വരുന്നത്. അൽ ഹാമിദൂന അസ്സായിഹൂന എന്നതിന് 2 അർത്ഥങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. എല്ലാ മുഫസ്സിറുകളും യോജിച്ചു പറഞ്ഞ ഒരു കാര്യം എന്നുള്ള നിലയിൽ തഫ്സീറുകൾ രേഖപ്പെടുത്തിയത് ഹും അസ്സായിമൂൻ, ഈ പറയപ്പെട്ടത് നോമ്പുകാരെ കുറിച്ചാകുന്നു എന്നാണ്. നോമ്പുകാർക്ക് പ്രത്യേകമായ കവാടത്തെക്കുറിച്ച്, റയ്യാനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സായിഹൂന, സഞ്ചരിക്കുന്നവർ എന്ന് അർത്ഥം പറയാറുണ്ട്. നോമ്പുകാരായി, നോമ്പ് നോൽക്കുന്ന ആൾ. അർറാക്കിഊന അസ്സാജിദൂൻ, റുകൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾ. അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ. അത് ക്വാളിറ്റിയാണ് സ്വർഗ്ഗത്തിൽ പോകാനുള്ളതാണ്. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്ന ആളുകൾ, അതിനെ കാത്തു സൂക്ഷിക്കുന്നവർ. വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 116-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു. നോമ്പിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു സായിഹൂൻ. ഇതേ വാക്ക് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൽ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഈ മർളാത അസ്വാജിക് എന്ന് തുടങ്ങുന്ന 66-ാമത്തെ സൂറത്ത് തഹ്രീമിലെ ആദ്യത്തെ ആയത്തുകൾ ഇങ്ങനെ ഓതി വരുമ്പോ അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ
മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വഅബ്കാറാ. യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ. സൂറത്തുൽ തഹ്രീമിലെ ഈ ആയത്തുകൾ അവതരിക്കുന്നതിന് പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കാരം കഴിഞ്ഞാൽ ഭാര്യമാരുടെ വീട്ടിലൊക്കെ അങ്ങനെ പോകും. ഭാര്യമാരുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യന്റെ വീട് ഒരു പ്രദേശത്തും വേറെ ഭാര്യന്റെ വീട് വേറെ സ്ഥലത്തൊന്നല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെയൊക്കെ ഉമ്മമാരായ വിശ്വാസിനികളുടെ മാതാക്കളായ പ്രവാചക പത്നിമാർ നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ മറ്റാർക്കും വിവാഹം കഴിക്കാൻ പാടില്ല. അത് നിഷിദ്ധമാണ്. അവരെല്ലാവരും നമ്മുടെ മാതാക്കളുടെ സ്ഥാനത്തുള്ളവരാണ്. അപ്പൊ അസർ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയോട് ചേർന്ന് ഇങ്ങനെ ഓരോ മുറികളാണ്. ഹുജറാത്ത്, സൂറത്തുൽ ഹുജറാത്ത് തന്നെ മുറിയാണ്. അപ്പൊ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തേന് കുടിച്ചു. തേന് അപ്പോൾ അവിടെ നടക്കുന്ന ഇവിടെ അറിയല്ലോ, കാരണം ഓരോ മുറികളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും കൂടി ഇത് അറിഞ്ഞപ്പോ ഭാര്യമാർക്കിടയിലെ സ്വാഭാവികമായ ചില സംഗതികളൊക്കെ റസൂലിന്റെ ഭാര്യമാർക്കിടയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രകൃതിയാ മനുഷ്യരാണ്. മനുഷ്യർക്കുള്ള ചെറിയ ചെറിയ ചാബല്യങ്ങൾ, സ്ത്രീകൾക്കിടയിലുള്ള സ്വഭാവങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ തെറ്റുകളോ കുറ്റങ്ങളോ വരികയില്ല, പക്ഷെ സ്വാഭാവികമായുള്ള. അപ്പോൾ അവര് സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയിട്ട് നബി ഇങ്ങനെ തേനൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടാക്കും അതത്ര. അപ്പൊ അവര് ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. രണ്ടുപേരും വലിയ അഭിമാനികളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും മക്കൾ എന്നുള്ള നിലയിൽ അവർ രണ്ടാളും ഭയങ്കര കമ്പനിയായിരുന്നു നബിന്റെ ഭാര്യമാർക്കിടയിൽ. അപ്പൊ അവർ തീരുമാനിച്ചു, നബി വരുമ്പോ ഇനി സൈനബിന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടാവാൻ പാടില്ല. സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയിട്ട് നബി അങ്ങനെ തേന് കുടിച്ചപ്പോ, എന്താ നബിയെ നിങ്ങൾ വന്നപ്പോ ഒരു വല്ലാത്തൊരു ഗന്ധം, നിങ്ങൾക്ക് എന്താണ് ഒരു മഗാഫിറിന്റെ ഗന്ധം എന്ന് പറയണം എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി പ്ലാൻ ഇട്ടു. അങ്ങനെ നബി ഹഫ്സന്റെ വീട്ടിൽ വന്നപ്പോ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ നബി എങ്ങനെ നിങ്ങളെ ഒരു വല്ലാത്ത വാസന. മഗാഫിർ എന്ന് പറഞ്ഞാൽ അതൊരു മരത്തിന്റെ കറയാണ്. നമ്മൾ ഈ ഒട്ടിക്കാനൊക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഗൂന്ത് എന്നൊക്കെ പറയുന്നത് അതിന് ഒരു ദുർഗന്ധം ഉണ്ടല്ലോ, അങ്ങനെ ഒരു വാസനയുള്ള സാധനം. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അത് മധുരമുള്ള സാധനമാണ്, പക്ഷെ അതിന്റെ ഗന്ധം സുഖകരമല്ല. ഇതേ വാക്കന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു, എന്താ നബിയെ നിങ്ങളെ ഒരു വാസന. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇനി ഞാനത് കുടിക്കൂല. അങ്ങനെയാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ഈ സൂറത്തിന്റെ സബബുൻ നുസൂൽ അതാണ് എന്നാണ് അധികം മുഫസ്സിർ. സൂറത്ത് തഹ്രീം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഹറാമാക്കലിനാണ്. നബിയെ അനുവദനീയമായ ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് കുടിക്കൂല എന്ന് പറയാ? നിങ്ങൾക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതല്ല ഖുർആൻ, അത് റസൂൽ ഇങ്ങനെ എഴുതിയുണ്ടാക്കിയത് സംഗതിയല്ല എന്നുള്ളതിന് തെളിവാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്ത് അബസ, അതിൽ രണ്ടിനെയും റസൂലുള്ളാഹിയാണ് വിമർശിക്കുന്നത്, അള്ളാഹു. അത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നു എന്നതിന് തെളിവാണെന്ന് സന്ദർഭമായി സൂചിപ്പിക്കാം. അപ്പൊ ഈ ഭാര്യമാരെ വിമർശിച്ചുകൊണ്ട് പതുക്കെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാരാണ്, നിങ്ങളെ നബി തലാക്കില്ലാല് നിങ്ങളെക്കാളും നല്ല ഭാര്യമാർ റസൂലിന് കിട്ടും. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞല്ലോ ഞാനിത് കുടിക്കൂലെന്ന്, ഇതാരോടും പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹഫ്സ റളിയല്ലാഹു അൻഹ പതുക്കെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, പറയാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. നബി അത് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി, നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഇങ്ങനെ സംഗതി ഉണ്ടായിട്ടുണ്ട്. നബി അത് വന്ന് പറഞ്ഞപ്പോൾ അവരാകെ അന്തപ്പെട്ടു. നബിയെ നിങ്ങളാരാ പറഞ്ഞത്? അത് അള്ളാഹു എനിക്ക് വഹി നൽകി. ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആ സൂറത്തിന്റെ ഈ ആയത്തിൽ പറയുന്നത് വിശ്വാസിനികളായ സ്ത്രീകളുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അവര് മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വഅബ്കാറ ഒരുപാട് ഗുണങ്ങളോടെ വിശദീകരിച്ചു. അവിടെ സത്യവിശ്വാസിനികളായ മുഅ്മിനാത്തുകളായ ഖാനിതാത്തിൻ, അതേപോലെ തന്നെ ഭക്തകളായ തായിബാത്തിൻ പശ്ചാത്തപിക്കുന്നവരായ ആബിദാത്തിൻ
ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നവരായ, സായിഹാത്തിൻ വ്രതമനുഷ്ഠിക്കുന്നവരായ, നോമ്പ് നോൽക്കുന്നവരായ സ്ത്രീകളെ, നല്ല സ്ത്രീകളെ അള്ളാഹു അവർക്ക് പകരമായി നൽകും, നബിങ്ങളെ ഒഴിവാക്കിയാലും എന്ന് പറയുന്ന ഭാഗത്തും വിശുദ്ധ ഖുർആൻ ആ പദം പ്രത്യേകമായി പ്രയോഗിച്ചു. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂറത്ത് തൗബയിൽ പറഞ്ഞ സായിഹാത്ത് എന്ന് പറയുന്ന പദത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ അത് നോമ്പ് നോൽക്കുന്ന ആളുകളെ കുറിച്ചാകുന്നു. അപ്പോൾ സഹോദരങ്ങളെ, സ്വർഗപ്രവേശനത്തിന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി വിശദീകരിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നൂറുകണക്കിന് ഹദീസുകളിൽ പല ഭാഗങ്ങളായി വിശദീകരിച്ച അനേകം ഗുണഗണങ്ങൾ എല്ലാം നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്ക് നൽകുന്ന അസുലഭമായ അവസരത്തെ പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുവാനും കർമ്മനിരതമാക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാനും നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി സജ്ജമാക്കുവാനും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഭവനത്തെയും പള്ളിയെയും മഹല്ലിനെയും ഒക്കെ അതിനുവേണ്ടി ഒരാഘോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി നമ്മൾ തയ്യാറാകണം, പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.